കാർഷിക വാർത്തകൾ. റബ്ബർ വില ഉയർത്താതെ ടയർ വ്യവസായികൾ. വയനാടൻ കുരുമുളകിന് വൻ ഡിമാൻഡ്. കൊച്ചിയിൽ റെക്കോർഡ് വില. നാളികേര ഉൽപ്പന്നങ്ങൾക്കും മികവിന്റെ ദിവസം. ഉത്സവ ദിനങ്ങൾക്ക് ശേഷം വിപണിയിൽ തിരിച്ചെത്തിയ ടയർ വ്യവസായികളും ഉത്തരേന്ത്യയിൽ നിന്നുള്ള ചെറുകിട വ്യാപാരികളും വില ഉയർത്താതെ ഷീറ്റും ലാറ്റക്സും ശേഖരിക്കാനുള്ള നീക്കം നടത്തി. കാർഷിക മേഖല ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് ശേഷം വിൽപ്പനയിലേക്ക് തിരിഞ്ഞിട്ടില്ല. ലഭ്യത കുറഞ്ഞത് വിപണി നേട്ടമാക്കുമെന്ന് ഒരു വിഭാഗം സ്റ്റോക്കിസ്റ്റുകൾ കണക്കുകൂട്ടിയെങ്കിലും കമ്പനികൾ നിരക്കുയർത്തുന്ന കാര്യത്തിൽ നിശബ്ദത പാലിച്ചു. RSS 4ാം ഗ്രേഡ് 19,700 രൂപയിലും ലാറ്റക്സ് 13,300 രൂപയിലും വ്യാപാരം നടന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വേനൽ മഴ ലഭ്യമായി. എന്നാൽ നിർത്തിവെച്ച റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിക്കാൻ കൂടുതൽ മഴ ലഭ്യമാവണം. ബാങ്കോക്കിൽ റബ്ബർ വില കിലോ 159 രൂപയായി ഉയർന്നു. ഇറക്കുമതി നടത്തിയ കുരുമുളകിന് ആവശ്യക്കാർ കുറഞ്ഞു. അതിനാൽ ഹൈറേഞ്ച് വയനാടൻ കുരുമുളകിന് ശക്തമായ ഡിമാൻഡുണ്ട്. അതിനനുസൃതമായി ചരക്ക് കണ്ടെത്താൻ വാങ്ങലുകാർ കാർഷിക ഉൽപാദന മേഖലകളിൽ നേരിട്ടിറങ്ങിയിട്ടും കാര്യമായി ചരക്ക് ശേഖരിക്കാനായില്ല. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് വില ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച് സർവകാല റെക്കോർഡ് വിലയായ 72,100 രൂപയായി ഉയർന്നു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ത്യൻ വില ടണ്ണിന് $8,800. നാളികേരോൽപ്പന്നങ്ങളും മികവ് കാണിച്ചു. സംസ്ഥാനത്ത് എണ്ണയ്ക്ക് പ്രാദേശിക ആവശ്യം വർദ്ധിച്ചു. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില ക്വിന്റലിന് 100 രൂപ ഉയർന്ന് 26,700 രൂപയിലും കൊപ്ര 17,700 വ്യാപാരം നടന്നു. കാങ്കയത്ത് എണ്ണവില 25,650 രൂപ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നൽകിയ നെൽവില അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് കർഷക സംഘം. PRS ലഭിച്ചിട്ടും ബാങ്കുകൾ വാങ്ങുന്നില്ലെന്നും പരാതിയുണ്ട്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നൽകിയ നെല്ലിന്റെ വില അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് കർഷക സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നെല്ല് വില ലഭിക്കാൻ കാലതാമസം നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ ആവശ്യം. PRS ലഭിച്ചിട്ടും ബാങ്കുകൾ വാങ്ങുന്നില്ലെന്നും പരാതിയുണ്ട്. സർക്കാരുമായി കരാർ ആയിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. കർഷകരെ സഹായിക്കാൻ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണം. നെല്ലെടുക്കാൻ വരുന്ന മില്ലുടമകൾ ക്വിന്റലിന് 10% വരെ അനധികൃതമായി കിഴിവ് ആവശ്യപ്പെടുന്ന നിലപാട് തുടരുകയാണ്. നെല്ല് സംഭരിക്കുന്ന മില്ലുടമകളുടെയും കർഷക സംഘടനാ പ്രതിനിധികളുടെയും യോഗം വിളിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് മഞ്ഞൾ വില ഉയർന്നു. ഉൽപാദനം കുറഞ്ഞതാണ് മഞ്ഞളിന് നേട്ടമായത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനം കുറഞ്ഞതോടെ സംസ്ഥാനത്ത് മഞ്ഞൾ വില കുതിപ്പിലാണ്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവിലും കാര്യമായ ഇടിവുണ്ടായിട്ടുണ്ട്. ഇതും കേരളത്തിലെ കർഷകർക്ക് നേട്ടമായിരിക്കുകയാണ്. ഉണങ്ങിയ മഞ്ഞളിന് കിലോഗ്രാമിന് 220 മുതൽ 270 രൂപയും പച്ചമഞ്ഞളിന് 60 മുതൽ 80 രൂപയുമാണ് ചില്ലറ വിൽപ്പന വില. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 110 മുതൽ 130 രൂപയായിരുന്നു ഉണക്കമഞ്ഞളിന് വില ലഭിച്ചിരുന്നത്. പച്ചമഞ്ഞളിന് 20 മുതൽ 30 രൂപയുമായിരുന്നു ചില്ലറ വിൽപ്പന വില. കഴിഞ്ഞ വർഷം 90 മുതൽ 100 രൂപയായിരുന്നു ഉണക്കമഞ്ഞളിന്റെ മാർക്കറ്റ് വില. ഇത്തവണ 180 രൂപ വരെ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 20 രൂപയായിരുന്നു പച്ചമഞ്ഞളിനെങ്കിൽ ഇത്തവണ 30 രൂപയുണ്ട്. വിപണിയിൽ ഉണക്കമഞ്ഞളിനാണ് കൂടുതൽ ഡിമാൻഡ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിലെ പൈനാപ്പിൾ കർഷകർക്ക് നിരാശ. ഉൽപാദനം വർദ്ധിച്ചിട്ടും വില കുത്തനെ താഴേക്ക്. കേരളത്തിൽ പൈനാപ്പിൾ ഉൽപാദനം 30% വരെയാണ് വർദ്ധിച്ചത്. ഇതോടെ വിലയിൽ കനത്ത ഇടിവുണ്ടായി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പകുതിയോളമാണ് വില ഇടിഞ്ഞത്. സാധാരണ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പൈനാപ്പിളിന് മികച്ച വില ലഭിക്കാറുണ്ടായിരുന്നു. കിലോയ്ക്ക് 50 രൂപയ്ക്ക് മുകളിൽ വരെ വിലയെത്തിയിട്ടുണ്ട്. എന്നാൽ ആദ്യ വേനൽ മഴ ഉൽപാദനം വർദ്ധിക്കാൻ കാരണമായി. മൊത്തവില വിപണികളിൽ പൈനാപ്പിളിന് തിങ്കളാഴ്ച വരെ 32 രൂപയും പഴുത്ത ഇനങ്ങൾക്ക് 41 രൂപയുമാണ് വിലയെന്ന് പൈനാപ്പിൾ ഗ്രോവേഴ്സ് അസോസിയേഷൻ കേരളം പ്രസിഡന്റ് ബേബി ജോൺ പറഞ്ഞു. നിലവിൽ പ്രതിദിനം 1,600 ടൺ ഉൽപാദനമാണ് നടക്കുന്നത്. നടപ്പു സാമ്പത്തിക വർഷാവസാനത്തോടെ ഇത് 6 ലക്ഷം ടണ്ണിലെത്തുമെന്നാണ് പ്രതീക്ഷ. ഡൽഹി, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലേക്ക് കേരളത്തിൽ നിന്നുള്ള പൈനാപ്പിളിന് വൻ ഡിമാൻഡുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാപ്പി വിലയിൽ അനുദിനം വർധന. ആഗോളതലത്തിൽ ഉൽപാദനം കുറഞ്ഞതും ഉയർന്ന ഡിമാൻഡുമാണ് കാപ്പി വില ഉയരാൻ കാരണമായത്. കൽപ്പറ്റ വിപണിയിൽ കാപ്പിക്കുരു വില 500 രൂപയാണ് വർദ്ധിച്ചത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ആഗോളതലത്തിൽ ഉൽപാദനം വലിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഉയർന്ന ഡിമാൻഡും കാപ്പി വിലയ്ക്ക് നേട്ടമായി. വ്യാപാര യുദ്ധം ആഗോളതലത്തിൽ ഉൽപ്പന്ന വിലകളിൽ ചാഞ്ചാട്ടം സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ കാപ്പി വിലയെ സ്വാധീനിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ്. മുഖ്യ കാപ്പി ഉൽപാദന രാജ്യമായ ബ്രസീലിലെ തോട്ടം മേഖലയിൽ മഴയുടെ അഭാവമാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. മഴയുടെ ലഭ്യതക്കുറവ് അടുത്ത വിളവിനെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. 1981 ശേഷമുള്ള ഏറ്റവും വരണ്ട കാലാവസ്ഥയാണ് ബ്രസീൽ അഭിമുഖീകരിക്കുന്നത്. 2024 എൽ നിനോ കാലാവസ്ഥാ പ്രതിഭാസം
ബ്രസീലിന്റെ വിവിധ ഭാഗങ്ങളിൽ കാപ്പി കൃഷിക്ക് കനത്ത നാശം വിതച്ചിരുന്നു. അറബിക്ക കാപ്പി ഉൽപാദനത്തിൽ മുൻനിരയിലുള്ള രാജ്യത്തെ വിളവ് ചുരുങ്ങുന്നത് വിലക്കയറ്റത്തിന് വഴിതെളിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മല്ലി കൃഷിയിൽ മുന്നേറ്റം, കർഷകർക്ക് പ്രതീക്ഷ. ഉയർന്ന ഡിമാൻഡ് നിലനിർത്തി ആഭ്യന്തര വിപണി. 2025-26 മല്ലികൃഷിയിൽ മുന്നേറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഈ സീസണിൽ അനുകൂലമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ വിളവളർച്ചയെ പിന്തുണച്ചിട്ടുണ്ട്. ഇത് ശരാശരിയേക്കാൾ മികച്ച വിളവിന് കാരണമായിട്ടുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. 12 മുതൽ 15% വിളവ് പ്രതീക്ഷിക്കുന്നത്. കുറഞ്ഞ പ്രദേശങ്ങളിലാണ് ഇത്തവണ മല്ലി കൃഷി ചെയ്തിട്ടുള്ളത്. അതിനാൽ മികച്ച വിളവ് വില ഉയർത്തുമെന്നാണ് കർഷകർ വ്യക്തമാക്കുന്നത്. ആഭ്യന്തര ഡിമാൻഡ് ശക്തമാണെന്നതും നേട്ടമാണ്. ആഗോള വിപണികളിൽ തെക്കുകിഴക്കൻ ഏഷ്യ, മിഡിൽ ഈസ്റ്റ് വിപണികളാണ് ഇന്ത്യ പ്രതീക്ഷ വയ്ക്കുന്നത്. മല്ലികൃഷിയുടെ പ്രധാന ഉൽപാദന സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ കാർഷിക ഉപകരണ വിപണിയെ വളർച്ചയുടെ പാതയിൽ. വിപണി 1 ലക്ഷം കോടി കവിയുമെന്ന റിപ്പോർട്ട്. ഇന്ത്യയുടെ കാർഷിക മേഖല മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക ഉപകരണ വിപണി 1 ലക്ഷം കോടി കവിയുമെന്നാണ് വിലയിരുത്തൽ. പ്രതിവർഷം 8.5% സംയോജിക വാർഷിക വളർച്ച കൈവരിക്കുമെന്ന് കണക്കാക്കുന്നു. വർദ്ധിച്ചുവരുന്ന യന്ത്രവൽക്കരണം, സർക്കാർ പിന്തുണ, തൊഴിലാളി ക്ഷാമം പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത, രാജ്യത്തുടനീളം പരമ്പരാഗത കൃഷിരീതികൾ പുനർരൂപകൽപ്പന ചെയ്യൽ എന്നിവയാണ് ഈ വളർച്ചയ്ക്ക് കാരണം. ഇന്ത്യയിലെ കാർഷിക ഉപകരണ വിപണിയിൽ നിരവധി പ്രധാന വിഭാഗങ്ങൾ മണ്ണ് കൃഷി ഉപകരണങ്ങളായ ട്രാക്ടറുകൾ, കലപ്പകൾ എന്നിവയാണ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടെഫ്, കുബോട്ട തുടങ്ങിയ കമ്പനികളാണ് വിപണിയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. റബ്ബർ RSS 4 231, RSS 5 228, ലാറ്റക്സ് 166. ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2250 വരെ, ഗ്രാമ്പു 850, അടയ്ക്ക 250, കാപ്പിക്കുരു 270, കൊക്കോപ്പരിപ്പ് 300. കുരുമുളക് ഗാർബിൾഡ് 72,100, കുരുമുളക് അൺഗാർബിൾഡ് 71,100, ഏലക്ക 2,600 മുതൽ 2,700 വരെ. വെളിച്ചെണ്ണ 26,700, കൊപ്ര 18,800, ചുക്ക് 22,500.